ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് പളനി വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോകുന്ന നമ്മൾ ഇടുമ്പമ്മല. ഇടുമ്പമ്മലയിലോട്ട് പോകാൻ പോവാണ് കേട്ടോ. പിക്കെടുക്കൂ. ഞാൻ മുല്ലപ്പൂ വെക്കുന്നില്ല. ഞാൻ 5 മുല്ലപ്പൂ 20 120 3 മുളം അടിച്ചത്. അത് ഒരു മുഴത്തിന് 40 അല്ലേ? എനിക്ക് വേണ്ട. உங்களுக்கு ஒண்ணு ഇല്ല, ഒരു മുഴം. உங்களுக்கு ஒண்ணு மதியா வா 4 இட்லி வாங்கி அந்த தொட்டு சாப்பிட்டு இல்ல ബർത്ത്ഡേ ആയിട്ട് ഇന്ന് പളനിയിലെത്തിയേക്കാണ്. മമ്മി ബർത്ത്ഡേ ആയിട്ട് ഇന്ന് എത്തിയല്ലോ പളനിയിൽ. ഇപ്പം എവിടെ പോവാ? പളനി പോവാണോ? ഫുഡ് കഴിക്കാൻ പോവല്ലേ? എൻ്റെ അനിയത്തിമാരും ഫുഡ് കഴിക്കാൻ മന്ദം വരുന്നുണ്ട്. ഞങ്ങളെ അവിടെ ഒരു ഹോട്ടലുണ്ട്, ശരവണ ഭവൻ എന്ന് പറഞ്ഞ. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. വന്നിട്ട് നല്ല പൂവ്, ഒരു ഇഞ്ചിയപ്പം ഫോട്ടോ എടുക്കാവോ? മമ്മിയൊക്കെ അപ്പുറത്തായിരുന്നേ, ഒരു അപ്പുറത്തിരിക്കുന്ന ഇവിടെ നിന്നിട്ടുണ്ട്. എത്ര മഴ വെച്ചിട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റിയായ ഫുഡായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോയിലാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങളെ ഇടുമ്പമ്മലയിലോട്ട് പോകും. ഒരു ഓട്ടോയുടെ ബാക്ക് വരെ ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. ഓട്ടോയുടെ ബാക്ക് ഇരിക്കുന്നു. ആശ്ലി ഇവിടെ നോക്കിക്കേ, അടിപൊളി. കൊള്ളാലോ. നീ അമ്പൊക്കെ എടുക്കും, നമ്മളെ പിടിച്ചിരുന്നോണ്ടാ. നീ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് പിന്നെ എങ്ങനെയുണ്ട്? ഞാൻ ഗൈസ്, അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഓട്ടോയിലാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയാണ് ആദ്യം കയറുന്നത്. പളനി കയറുന്നതിന് മുമ്പ് ആദ്യം ഇവിടെയാണ് കയറേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് പളനി കയറണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഇവിടെയാണ് കയറുന്നത് കേട്ടോ. മമ്മി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പ്രാധാന്യമുള്ളത് ചുരുട്ടെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതാണ് ചുരുട്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇടുമ്പസ്വാമിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ മല കയറാൻ പോവാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ ചെക്കും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തിരക്ക് വളരെ കുറവായിരുന്നു. അത് ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാകാം മേ ബി. പളനിയൊക്കെ ഭയങ്കര തിരക്കാണ്. വരുന്ന വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ഇടുമ്പമല കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് പളനിമല കാണാം കേട്ടോ. പളനിമലയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഇടുമ്പമല നിൽക്കുന്നത്. ഞങ്ങൾ ഇടുമ്പമല കയറി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്ര പടിയാണ് ഇവിടെ ഉള്ളത്? 900-ഓ 1000 എന്തോ. അങ്ങോട്ട് കയറി, ഇനി ഒത്തിരി കയറാനോ എടുക്കാനും. അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്. നമുക്കാണ് അയ്യോ എനിക്കിപ്പം കുഴപ്പമില്ല. എനിക്ക് പളനി ആദ്യം കയറിയപ്പോഴായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ വ്രതം വല്ലതും തെറ്റിയോ, എനിക്ക് കയറാനൊരു ബുദ്ധിമുട്ട്. അന്ന് വണ്ണമായിട്ടിരുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടോട്ട് കയറാൻ പെട്ടെന്ന് കയറി. കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ വെയിലിന് മുന്നേ ഇറങ്ങാൻ വേണ്ടി നേരത്തെയാണ് നമ്മൾ കയറി തുടങ്ങിയത്. അപ്പോൾ മറ്റേതിനേക്കാളും പടി കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. എത്ര പടിയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെയുള്ളവരൊക്കെ താഴെയും മേളോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ പിന്നെ വീഡിയോ അലൗഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിയാൽ പളനി കാണാം, പളനിമല കാണാം. നല്ല വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. മമ്മിയൊക്കെ നീണ്ട അവിടെ വന്നിട്ടേ ഉള്ളൂ. ഞാൻ കയറുകയാണ് ഗൈസ്. പിന്നെ ആഷ്ലി എവിടെ എത്തിയതൊന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ
ഇടുമ്പനാണ് ആദ്യമായിട്ട് കാവടി എടുത്തതെന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാവടി എടുത്ത് കയറിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്ന് പറയുന്നതെന്നൊക്കെയാണ്. എനിക്ക് വലിയ അറിവൊന്നുമില്ല, ഞാനിങ്ങനെ വായിച്ചൊക്കെയുള്ള അറിവാണ്. ഇവിടെ ഇങ്ങനെ എൻ്റെ വർക്ക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങളുടെ കൂടെ വന്ന ആഷ്ലി കണ്ടോ, അങ്ങെത്തി. അങ്ങ് പോകണം നമ്മൾ. അയ്യോ, നന്നായിട്ട് അടയ്ക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ കയറുക. ഇതുപോലെ ഇത് വൈകുന്നേരം പളനി കയറണം, ആണ്ടവനെ തൊഴണം. നാളെ ഞങ്ങൾ പോകുന്നത് തിരിച്ച്. അപ്പം എൻ്റെ ഇതിപ്പോൾ രണ്ടാമത്തെ, ഇവിടെ ആദ്യമായിട്ടാണ് രണ്ടാമത്തെ പളനി യാത്രയാണിത് കേട്ടോ. ഗൈസ്, എനിക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ അതിനെ കൂടെ അണയ്ക്കുന്ന ഇത്രയും കയറിയപ്പം എത്ര പടിയുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ വ്യൂ അടിപൊളിയാണ് കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, എന്ത് രസമുണ്ട്. അപ്പോൾ നടന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇതാണ് ഇടുമ്പൻമല. ഇവിടെ കുറേ പിള്ളേരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. നമുക്കിനി അകത്തോട്ട് കയറാം കേട്ടോ. ഞാൻ തൊഴിൽ ഇറങ്ങി ഗൈസ്. അപ്പോൾ എൻ്റെ പുറകിൽ താമസിക്കുന്നതാണ് ഇടുമ്പൻസ്വാമി. വേണ്ട, അശ്ലി തന്നെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കും. നടി ശരി, റീലാണോ? ഇവിടെ എന്തെങ്കിലും തൊഴാനുണ്ടോ ഇനി? ഇവിടൊക്കെ പിള്ളേർ കളിച്ചോണ്ടൊക്കെ നിൽക്കുന്ന ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇവിടുന്ന് വീഡിയോ എടുക്കുന്നു, റീൽ എടുക്കുന്നു. അശ്ലി നിറയെ മുല്ലപ്പൊക്കെ വെച്ച് ഇനി വന്ന് കക്ഷി. അപ്പു വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്. പിള്ളേരെന്തേ അപ്പു? പിള്ളേരെന്തേ? ഇപ്പം കെട്ടിയതേ ഉള്ളു. വേണ്ട, ഇങ്ങോട്ടല്ല, അങ്ങോട്ട് അവിടെ പോയി തൊഴിൽ. ഓ 3 വട്ടം പോവും. അങ്ങനെയൊന്നുമില്ല, ഞാൻ 1 വട്ടേ കയറിയുള്ളൂ. നീ മമ്മല ഇത്രയേ ഉള്ളു ഗൈസ്. അപ്പോൾ നമ്മൾ തൊഴിലിറങ്ങിയിട്ടുണ്ട്. മമ്മിയൊക്കെ വന്നിട്ടുണ്ട്, മമ്മിയൊക്കെ താഴെ നിൽക്കുകയാണ്. അവരിപ്പോൾ ഇനിയും കുറേ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. വെള്ളച്ചിക്ക് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടൊക്കെ അവർ വരത്തുള്ളൂ. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങി നിൽക്കും. പിന്നെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. മമ്മിക്കൊന്നും ഇത് കയറാൻ പറ്റത്തില്ല, അപ്പോൾ അവർ വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കയറാൻ നേരത്ത് ആശ്ലിയെ കണ്ടില്ല, ഇറങ്ങാൻ നേരത്തെങ്കിലും കണ്ട് ഞാൻ പെട്ടെന്ന് കയറി. വേണ്ടല്ലാണ്ട് ഇവരെത്തിയോടെ, ഇവരെത്തി, അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇവർ വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ മമ്മിയൊക്കെ ഇവിടെ ആയി. അവരത് വിശ്രമിച്ചിട്ടൊക്കെയാണ് വരുന്നത്. വെള്ളേച്ചിക്ക് കയറാനൊക്കെ ബുദ്ധിമുട്ട്. വേണ്ട കണ്ടോ, അവരിവിടെ വിശ്രമിച്ചിട്ടൊക്കെ എത്തിയതുള്ളൂ. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്താണ് ഇവർ കയറുന്നത്. വെള്ളേച്ചി എങ്ങനെയുണ്ട്? അടുത്തെത്തി, എത്തി കയറിയല്ലോ ഏതായാലും. അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ഞാൻ അങ്ങോട്ട് പോകാനോ? അതവിടെ വെയിറ്റ് ചെയ്യണോ? ഈ വെയിലത്ത് ഞാൻ ഇരിക്കണോ? ഓക്കെ. ഞാൻ ഇങ്ങനെ ഇരുന്ന് വിശ്രമിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കാം. എന്നിട്ട് അവരോട് വന്നിട്ട് പോകുന്നത്. ആശ്ലി ബാക്കിൽ വരുന്നുണ്ട്. ഫോട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വിശ്രമിക്കുകയാണ്. പിന്നെ അവർ പോയിട്ട് വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ വിശ്രമിക്കാം. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ. ഇപ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടെ മേളിൽ ഇത് കെട്ടിയിട്ടില്ല. അപ്പോൾ നല്ല വെയിലെല്ലാം നമ്മൾ കൊള്ളണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത്. അപ്പം ഇനി കുറേ കൂടെ നടക്കാനുണ്ട്. ഒത്തിരി വെയിൽ കൊള്ളാതെ നമുക്ക് പെട്ടെന്ന് റൂമിലെത്തണം. അതാണ് ഉദ്ദേശം. എനിക്ക് ഇവിടെ കയറാൻ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ബുദ്ധിമുട്ടില്ലായിരുന്നു. ആദ്യം ഇച്ചിരി കുറച്ച് അണച്ച്, പിന്നെ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് കയറി ഇറങ്ങാം. ഇവിടെ നമ്മൾ വീഡിയോ ഫോൺ അലൗഡ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര നല്ല രസമാണ് കേട്ടോ വ്യൂ കാണാൻ. കുറേ പേരൊക്കെ അങ്ങ് താഴെ എത്തിയിട്ടുണ്ട്. മമ്മിയൊക്കെ ഇപ്പം ജസ്റ്റ് കയറിയതേ ഉള്ളൂ, അവരിങ്ങ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇത്തിരി വെയിൽ കൊള്ളണ്ടല്ലോ, ഇതിന് മുന്നേ വെയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്താം.
സോറി, വീട്ടിലല്ല, റൂമിൽ. ഇന്ന് വൈകുന്നേരം നമ്മൾ ഇപ്പോൾ റൂമിൽ പോയിട്ട് കുറച്ചൊന്ന് വിശ്രമിക്കണം. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് ആണ്ടവനെ തൊഴണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ ഡയറക്റ്റ് പളനിയാണ് കയറിയത്. രാവിലെ തന്നെ കയറിയായിരുന്നു. അന്ന് മുട്ടയടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അനിയത്തിക്ക്. അപ്പോൾ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഇടുമ്പൻമല വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കയറണം. ഡയറക്റ്റല്ല, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. വൈകുന്നേരം കയറിയാൽ തങ്കരഥത്തിലുള്ള ഭഗവാനെ കാണാം. ഭയങ്കര ഐശ്വര്യമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല. കണ്ടാ ഭാഗ്യം. അറിയില്ല. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ ഈ തൈപ്പൂയത്തിൻ്റെ 3-4 ദിവസം മുന്നേ ആയിരുന്നു. അപ്പോൾ പക്ഷേ ഭയങ്കര തിരക്കൊന്നുമില്ലായിരുന്നു. നന്നായിട്ട് തൊഴുത് നന്നായിട്ട് കണ്ട് ഭയങ്കര സന്തോഷിച്ചാണ് പോയത്. ഈ വട്ടം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൾ കൂടുതലാണോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇവിടെ ആൾ കുറവാണ്, അവിടെ ആളുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പടി. ഇനി ഒത്തിരി ദൂരം ഇല്ലെന്ന് തോന്നുന്നു. നമ്മളടുത്ത് എത്താറായിരുന്നു കേട്ടോ. കുറച്ച് നടന്നാൽ മതി. ഇവിടുത്തെ ഈ മല മറ്റേ പളനി മലയേക്കാളും പടിയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആദ്യം നല്ല വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഉഷാറായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ വരെ പോയാൽ മതി. അപ്പോൾ നമ്മളുടെ പടിയെല്ലാം കഴിയാറായി. അപ്പോൾ നമുക്ക് ഇനി അവരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് റൂമിലോട്ട് പോകണം. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഓട്ടോ ഇല്ലേ, അത്രയും പേര് വന്ന ഓട്ടോ. അപ്പോൾ ആ ഓട്ടോക്കാരെ നമ്പർ തന്നിട്ടുണ്ട്, വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകാം. അപ്പോൾ നടക്കാൻ പറ്റുന്നവരൊക്കെ നടന്നു പോട്ടെ. പക്ഷേ രസമാണ് കേട്ടോ അങ്ങനെ ഓട്ടോയിൽ വരുന്നത്. ആദ്യമായിട്ടാണ് അങ്ങനെ ഓട്ടോയിൽ വരുന്നത്. ഇതേ കണ്ടോ, നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനെന്ന് വെച്ചാൽ ലാസ്റ്റ് പടിയില്ലേ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. കുറേ ടൈം ഇനി നടക്കുകയല്ലേ, ഒത്തിരി വിശ്രമിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇടുമ്പൻമല ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് കയറിയാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ പോകണം ഗൈസ്. ഞാനപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാടെ. അപ്പോൾ ഞാനിവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ആണ്ടവനെ കാണേണ്ട ടൈം. അത് ഞങ്ങൾക്ക് തങ്കരഥത്തിലൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ ഭയങ്കര ഐശ്വര്യമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇവരോട് ചോദിച്ചു നോക്കിയപ്പോൾ ഇവർ പറഞ്ഞാൽ 7 മണിക്കാണ് തങ്കരഥത്തിൽ എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ കയറണമെന്ന് വിചാരിക്കുന്നു. 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ കയറണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്നപ്പോൾ ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് ഇത് സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഈ ക്യാഷില്ല മമ്മിയുടെ കയ്യിലാന്ന്. അപ്പോൾ അതെങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. 3 പഠിക്കുന്നതേ ഉള്ള ആൾ വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറയും. എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ. അശ്ലി വരുന്നുണ്ട്. അശ്ലി കംപ്ലീറ്റഡ്. വീഡിയോയ്ക്കകത്തൊന്നും പറയുന്നില്ലേ? അശ്ലി ഇപ്പോൾ 2ാമത്തെ തൊട്ടാണോ ഇത് കയറുന്നത്? 3. നമ്മുടെ ആശ്ലി ഭയങ്കര പട്ടി സ്നേഹിയാണ്. ഇവിടെ വയ്യാത്ത പട്ടിയൊക്കെ ഇല്ലേ, അതിന് വേണ്ട ഫുഡും മഞ്ഞളും വേണ്ട. അവരുടെ വീട് മൊത്തവും പട്ടിയാണ്. ഈ വയ്യാത്ത പട്ടിക്ക് എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അല്ല, ഞാൻ കഴിച്ചോണോ? അറിയത്തില്ല. എടുക്കും. തങ്ക മനസ്സ്. അതിന് നിന്റെ ബിസ്ക്കറ്റൊന്നും വേണ്ട. നീ കൊണ്ടുപോകുന്നോടി വീട്ടിലോട്ട്? ഓ, കണ്ടിട്ടുണ്ട്. അയ്യോ, അങ്ങോട്ട് വരുന്നു. അത് അങ്ങോട്ടങ്ങ് വെക്ക്. അപ്പോൾ ഇനി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എത്തി. അവരെത്താറായോ? അപ്പോൾ ചേച്ചി ഇവിടെ വെള്ളം കുടിക്കാൻ, അതല്ലേ വട്ടിക്ക് വെള്ളം പോയത്. മോനോട്ടനും മുമ്പായി എത്തിയിട്ടുണ്ട്.
ഞാനവിടെ നല്ല രീതിയിൽ അവിടെ നല്ല തിരുനെയ്വിളാണെങ്കിൽ ഉള്ള പട്ടിക്കെല്ലാം നമ്മൾ കൊണ്ട് ആഹാരം കൊടുത്തുള്ള പട്ടിയെല്ലാം വന്നിരിക്കും. എനിക്കാണെങ്കിൽ പട്ടിയെ കണ്ടുകൂടാം. ഇത് എനിക്ക് സീറ്റ് പിടിച്ചതാടി. അവിടെ കാണാൻ പോയി. വെല്ലേച്ചിയും കുഞ്ഞിയും വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവരിങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മമ്മിയൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. എഴുതാം നന്നായിട്ട്. സന്തോഷമായി. വെള്ളയും കുഞ്ഞി എത്തി ഗൈസ്. ഇനി മമ്മിയൊക്കെ അതുകൊണ്ട് അവിടെ മമ്മിയൊക്കെ സൂം ചെയ്യാം. അതെ, മമ്മിയും മക്കൾസും ഇറങ്ങുന്നുണ്ട്. അവരും സക്സസ് ആയിട്ട് ഇറങ്ങുന്നുണ്ട് ഗൈസ്. അവർ കണ്ട് ഇപ്പോഴാണ് എത്തിയത്. മമ്മി എങ്ങനെയുണ്ട്? കയറിയോ? മമ്മി ഹാപ്പിയായി. ഇടുമ്പനെ കണ്ടോ? ഇടുമ്പനെ കണ്ട് ഹാപ്പിയായോ? ഇനി നിങ്ങളുടെ കുട്ടത്തി നീനും കണ്ടോ രണ്ടുപേരും? ഇനി എന്താ പറഞ്ഞു ഇടുമ്പൻ? ആണോ? ഇനി 7 മണിക്കാണ് തങ്കരഥത്തിൽ. അപ്പം 3 മണി 3:30 ആകുമ്പോൾ കയറണം നമ്മൾ. അപ്പവും ആശയും കൂടെ പട്ടിയെല്ലാം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരിച്ച് ഞങ്ങൾ പോയത് ഞാനും അപ്പവും ആശ്ലിയും കൂടാണ്. ബാക്കിയുള്ളതെല്ലാം മറ്റേ ആദ്യത്തെ ഓട്ടോയിൽ തന്നെ പോയിട്ടുണ്ട്. ആണോ? അവന്റെ സ്റ്റാഫിനെ കണ്ട അവിടുത്തെ. നമുക്കും കയറണം അപ്പു ഇങ്ങനത്തെ വണ്ടിക്കകത്ത്. ഞങ്ങളിപ്പം തേണ്ടേ പളനി അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നടന്നാൽ മതി. പളനി അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്തൂടെ അങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങോട്ട് വന്നു. ഇവിടെ ഭയങ്കര കച്ചവടക്കാരാണേ. കണ്ടോ? ഭയങ്കര തിരക്കും കാര്യങ്ങളും. ഭയങ്കര തിരക്കും കാര്യങ്ങളും കേട്ടോ. ആക്ച്വലി ബാക്കിലെങ്ങാനുണ്ട്. അവരെല്ലോ സാധനങ്ങളൊക്കെ വാങ്ങി. എനിക്ക് വെയിൽ കൊള്ളാമായിരുന്നു. ഞാൻ നടക്കുക. നമ്മുടെ റൂം ഇവിടെ എങ്ങാനുണ്ട്. ഇവിടം കഴിഞ്ഞാൽ നമ്മൾ റൂമായി. അപ്പം നേരത്തെ തന്നെ എല്ലാവരും റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളാണ് താമസിച്ചെത്തിയത്. അപ്പോൾ എല്ലാവരും ഇടുമസ്വാമിയെ തൊഴുതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.